ഹായ് മക്കൾസ്, നിങ്ങളെ സ്വന്തം ഫർഹാൻ സാറാണ്. അപ്പോൾ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എല്ലാ മക്കളും. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്, ഉഷാറാണ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ അലോട്ട്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനമാണ് WGPA എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും WGPA വെച്ചിട്ടാണ് മാർക്കൊക്കെ ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ WGPA എങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ WGPA നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അല്ലേ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി. നിങ്ങൾ അവിടെ സ്കൂളിലൊക്കെ ഈ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങളുടെ WGPA ഇത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആ WGPA എന്താണ്? WGPA വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്നുള്ളതാണ് അതിനെന്ത് എക്സ്പാൻഷൻ എന്നാണ്. അത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. തൽക്കാലം ഈ WGPA എന്നുള്ള വേർഡ് നിങ്ങൾ എന്ത് ചെയ്താൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ WGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ സാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ WGPA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് AVP പ്ലസ് BVP. എന്താ സാറേ ഇത് AVP പ്ലസ് BVP? ഈ AVP എന്ന് പറഞ്ഞാൽ അക്കാദമിക് വാല്യൂ പോയിന്റ്. ഓക്കെ, ദെൻ BVP എന്ന് പറഞ്ഞാൽ ബോണസ് വാല്യൂ പോയിന്റുമാണ്. ഇനി ഇതുവരെ രണ്ടുപേരെയും എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. AVPയും BVPയും എന്താണെന്നുള്ളത്. ഈ AVP എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ TGP പ്ലസ് GSW ഡിവൈഡ് ബൈ TS പ്ലസ് TSW. അതേപോലെ BVP എന്ന് പറഞ്ഞാൽ BP മൈനസ് MP ഡിവൈഡ് ബൈ 10. ഇതാണ് നമ്മുടെ BVPയും AVPയും. ഇതിലുള്ള ഓരോ ടേം നോക്കാം. അതായത് AVP എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം, എന്താണ് അക്കാദമിക് വാല്യൂ പോയിന്റ് ആണ്. BVP എന്ന് പറഞ്ഞാൽ ബോണസ് വാല്യൂ പോയിന്റ്. അപ്പോൾ അതിൽ TGP ഉണ്ട്. TGP എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആണ്. ഓക്കെ, ആ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക, അതാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾക്ക് 10 വിഷയം ഉണ്ടാവുക. ആ 10 വിഷയത്തിലും നിങ്ങൾക്ക് കിട്ടി A+ ഗ്രേഡുകൾ മാത്രമാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിലെ ഗ്രേഡ് പോയിന്റ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് A+ ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ A+ന് 9 കൊടുക്കുക, A ആണെങ്കിൽ 8 കൊടുക്കുക, B+ ആണെങ്കിൽ 7, B ആണെങ്കിൽ 6, C+5, C 4, D+3. ഓക്കെ, അതിന് താഴെ ഉണ്ടാവില്ല ഗ്രേഡ് എന്തായാലും. ഓക്കെ, അത് നില്ലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഓരോ ഗ്രേഡും നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണോ കിട്ടിയത് അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ ഗ്രേഡ് പോയിന്റ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് 3 വിഷയമുള്ളൂ എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 വിഷയമാണ്, 10 വിഷയത്തിൽ ഫുൾ A+ ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രേഡ് പോയിന്റ് എത്ര വെച്ചാൽ ഒരു വിഷയത്തിന് 9 മാർക്ക്. അപ്പോൾ 10 വിഷയത്തിനും A+ ആയതുകൊണ്ട് 10 × 9 90 ആണ് എൻ്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇനി 9 A+ഉം ഒരു Aയും വന്നു എന്ന് വിചാരിച്ചോ. 9 A+ഉം ഒരു Aയും ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 9 × 9 എത്ര? 81 പ്ലസ് ഒരു A അല്ലേ 8. അപ്പോൾ 81 + 8 89 ആണ് നിന്റെ ഗ്രേഡ് പോയിന്റ് എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഡി. ഇനി അടുത്തത് GSW എന്നുള്ളത് ഇവനാണ്. ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഓഫ് സബ്ജക്ട് ഫോർ വിച്ച് വെയിറ്റേജ് ഈസ് ഗിവൺ. അതായത് നമ്മൾ കൊടുക്കുന്ന സ്ട്രീമുകൾക്ക് അനുസരിച്ചിട്ട് ആ സ്ട്രീമിലെ ചില സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് ഉണ്ടാകും. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സയൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിൽ അങ്ങനെയുള്ളവർക്ക് സയൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ സയൻസ് സ്ട്രീമിനെ ബേസ് ചെയ്ത് ഞാൻ ഈ GSW എന്താണെന്ന് പറയാം അല്ലേ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ സയൻസ് ഗ്രൂപ്പ് എടുത്തവരാണെങ്കിൽ ഇത്രയും കോമ്പിനേഷൻ ആണ് ശരിക്കുള്ളത്, 9 കോമ്പിനേഷൻ ആണുള്ളത്. അപ്പൊ ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്, ജിയോളജി, അപ്പൊ ഇങ്ങനെ കുറെ സബ്ജക്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ഫസ്റ്റത്തെ 3 എണ്ണത്തിൽ ഇതിന് 3 കോമൺ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ 4 ആൾക്കാർക്കും ഈ 3 എണ്ണത്തിൽ ഇവർ 4 ആൾക്കാർക്കും എന്തുണ്ടാകും? വെയിറ്റേജ് ഉണ്ടാകും എന്നുള്ള. ഇവർ 4 പേർക്കും എന്തുണ്ടാകും? വെയിറ്റേജ് ഉണ്ടാകും. ആ വെയിറ്റേജിന്റെ എത്ര പേർക്ക് വെയിറ്റേജ്? അപ്പോൾ ഈ 4 സബ്ജക്ട് ഇവർ 4 പേരെയാണ് ഇപ്പൊ ഈ സ്ട്രീമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 4 സബ്ജക്റ്റിനും വെയിറ്റേജ് ഉണ്ടാകും. ആ വെയിറ്റേജ് എത്ര എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവരെയാണ് ഈ സബ്ജക്ട് ഇതാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിച്ചോ. പക്ഷെ അതിൽ ഹോം സയൻസ് ഉണ്ട്, ഹോം സയൻസിന് വെയിറ്റേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ബാക്കിയുള്ള 3 സബ്ജക്റ്റിനെ വെയിറ്റേജ് കിട്ടുള്ളൂ. റെഡി. ഇനി അതേപോലെ അടുത്തത് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് എന്ത് ചെയ്യും? വെയിറ്റേജ് കിട്ടും. പക്ഷെ ഹോം സയൻസിന് വെയിറ്റേജ് കിട്ടില്ല.
ഇനി വേറെ സ്ട്രീം ഇനിയിപ്പോൾ ബാക്കിയുള്ള താഴേക്കുള്ള കേസിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഇവിടെ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് മാത്രമാണ് ഈ സ്ട്രീമുകളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വെയിറ്റേജ് ഉള്ളൂ. ബാക്കിയുള്ള ഏത് സബ്ജക്റ്റ് അവരുടെ കൂടെ വന്നാലും അതിന് വെയിറ്റേജ് ഇല്ല. അതാണ് ഈ ഒരു കേസിൽ. ഇപ്പോൾ ഇത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി, അപ്പോൾ അവിടെ സൈക്കോളജി ഉണ്ടോ? സൈക്കോളജിക്ക് എന്തില്ല? വെയിറ്റേജ് ഇല്ല. അപ്പോൾ മെയിനായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ 4 സബ്ജക്റ്റുകൾക്കാണ് എന്തുള്ളത്? വെയിറ്റേജ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കമ്പ്യൂട്ടർ സയൻസിന് എന്തില്ല? വെയിറ്റേജ് ഇല്ല. കമ്പ്യൂട്ടർ സയൻസിന് എന്തില്ല? വെയിറ്റേജ് ഇല്ല. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വെയിറ്റേജ്, എത്ര സബ്ജക്റ്റുകൾക്കാണ് വെയിറ്റേജ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന സ്ട്രീമിനനുസരിച്ചിട്ടാണ് നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഓഫ് സബ്ജക്ട് ഫോർ വിച്ച് വെയിറ്റേജ് ഗിവൺ ചെയ്തുള്ള ആ വെയിറ്റേജ് എത്ര എന്നുള്ളതും കൂടെ ഞാൻ പറയുകയാണ്. ആ വെയിറ്റേജ് എത്ര എന്നുള്ളത് ഓരോ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രേഡ് പോയിന്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ധരിച്ചു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അല്ലേ? അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്സ് പിന്നെ ഏതാണ് കെമിസ്ട്രിയുടെ പോയി കെമിസ്ട്രി നമുക്ക് കിട്ടിയുള്ള ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ 3 പേർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ വെയിറ്റേജിന്റെ ഗ്രേഡ് പോയിന്റ് അല്ലെങ്കിൽ ആ അടുത്തുള്ള വെയിറ്റേജ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഗ്രേഡ് പോയിന്റ് എങ്ങനെ നോക്കുന്നത് വെച്ചാൽ ഫിസിക്സിൽ നിനക്ക് കിട്ടിയ ഗ്രേഡ് എത്രയും നോക്കുക. ഓക്കെ, A+ ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് 9. കെമിസ്ട്രിയിൽ നിനക്ക് കിട്ടിയ ഗ്രേഡ് എത്രയാണ്? A ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് 8. ബയോളജിയിലാണെങ്കിൽ A+ ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് 9. അത് 3ഉം കൂടെ ആഡ് ചെയ്താൽ നിനക്ക് എന്ത് കിട്ടും? നിനക്ക് ഇവിടുത്തെ GSW എന്നുള്ള ആ ടേം കിട്ടും. ഞാൻ എക്സാമ്പിൾ വെച്ച് കാൽക്കുലേറ്റ് കിട്ടോ, എക്സാമ്പിൾ അവസാനം വെച്ച് പറയുന്നതാണ്, പക്ഷേ ഓരോ ടേമുകളും പറയുന്നു. ഇനി ബോണസ് പോയിന്റ് മൈനസ് പോയിന്റ് ഉണ്ട്. ബോണസ് പോയിന്റ് ആർക്ക് കിട്ടുക? അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ ബോണസ് പോയിന്റ് ഉണ്ടാകുന്നത് നമ്മൾ NCC, നമ്മൾ ഈ സാധാരണ വരാറുള്ള NCC SPC അതിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും? ബോണസ് പോയിന്റ്. അതായത് കൃത്യനിർവഹണ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് അവർക്ക് 5 പോയിന്റ് ഉണ്ട്. പിന്നെ ജവാന്മാരുടെയും എക്സ് സർവീസ്മാരുടെ 3 മാർക്ക്. ദെൻ NCC സർട്ടിഫിക്കറ്റിൽ 2 മാർക്ക് ഉണ്ട്. NCCയിൽ പാർട്ട് ചെയ്തവർക്ക് 2 മാർക്ക് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടുന്നു. ഇനി ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് കിട്ടിയ ആൾക്ക് 1 മാർക്ക്. അതേ സ്കൂളിൽ, അതായത് നമ്മൾ പഠിച്ച സ്കൂൾ തന്നെയാണ്, നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ച സ്കൂൾ തന്നെയാണ് നമ്മൾ ഹയർ സെക്കൻഡറി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 2 മാർക്ക്. അതേ ഗ്രാമപഞ്ചായത്താണെങ്കിൽ 2 മാർക്ക്. അതേ താലൂക്കിലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 മാർക്ക്. ഓക്കെ, ഇനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റു സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് എത്രയാണ്? 2 മാർക്കാണ്. ഓക്കെ, ഗവൺമെന്റ് അല്ലാത്ത കുട്ടികൾക്കാണ്. ഓക്കെ, ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ 2 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ, അതായത് നമ്മുടെ SLC എക്സാം എഴുതിയത് സ്റ്റേറ്റ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര? അതിൽ യോഗ്യത നേടിയവർക്ക് 3 മാർക്കും. ഇങ്ങനെയാണ് ഗ്രേഡ് പോയിന്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ഗ്രേഡ് അല്ല ബോണസ് പോയിന്റ് എത്രയാണെന്നുള്ള പറയാം. ഇനി മൈനസ് പോയിന്റ് ആർക്കാ വരിക എന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തോറ്റ കുട്ടി അവൻ വീണ്ടും ഇപ്രാവശ്യം SLC എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവന് 1 മൈനസ് പോയിന്റ് ഉണ്ടാകും. അതായത് തോറ്റ കുട്ടികൾക്കാണെന്നുണ്ടാവുക മൈനസ് പോയിന്റ് ഉണ്ടാവുക. അതെന്തായാലും ഇക്കൊല്ലം ജയിച്ച കുട്ടികൾക്ക് ഉണ്ടാകില്ല. ഓക്കെ, അതിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. പിന്നെ അടുത്ത ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട്സ് എത്രയാണ്? 10 സബ്ജക്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ SLCക്ക് ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട് ഫോർ വെയിറ്റേജ് ഗിവൺ ആയിട്ടുള്ള നമ്പർ ഓഫ് സബ്ജക്റ്റുകൾ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയുള്ളത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഗ്രേഡ് എങ്ങനെയാണ് ഈ WGPA കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് AVPയും BVPയും എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഈസിയാണ്. ഇത് ഒരു കുട്ടിയുടെ SLCയുടെ റിസൾട്ടാണ്. 10 സബ്ജക്റ്റിന് ആ കുട്ടിക്ക് കിട്ടിയുള്ള റിസൾട്ടാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ആ കുട്ടി എടുക്കാൻ വിചാരിച്ച സബ്ജക്റ്റുകൾ ഞാൻ ഇവിടെ എഴുതാണ്. ഏത് കോമ്പിനേഷൻ വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി, അതായത് നമ്മൾ സാധാരണ സയൻസ് ബയോ സയൻസിൻ്റെ കോമ്പിനേഷനാണ് ആ കുട്ടി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? AVP കണ്ടുപിടിക്കണം. ആരാത് കണ്ടുപിടിക്കണം? AVP കണ്ടുപിടിക്കണം. AVP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് TGP പ്ലസ് പിന്നെന്താണ് GSW ഡിവൈഡഡ് ബൈ അടുത്തതാരാണ്? TS പ്ലസ് TSW. ഓക്കെ, നമുക്ക് നോക്കാം. TGP എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടിയുള്ള ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആണ്. അത് നമുക്ക് ഇതവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ A ആണെങ്കിൽ ആ കുട്ടിക്ക് 8 ഗ്രേഡ് പോയിന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടോ. A ആണെങ്കിൽ 8 ആണ്, B+ ആണെങ്കിൽ 7 ആണ്, A+ ആണെങ്കിൽ 9 ആണ്. അപ്പൊ ഈ കുട്ടികളുടെ ഗ്രേഡ് നമുക്ക് നോക്കാം അല്ലേ? 3A, then 2A+, 1A, അല്ല 2A+, 3A+,
പിന്നെ 5A ഒരു B+1 ഉള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രേഡ് പോയിന്റ് മൊത്തത്തിൽ നമുക്ക് ആഡ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ ആദ്യം ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഞാൻ ഓരോ സബ്ജക്റ്റിനും ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നു. 8 8 8 24, 24 8 32, 32 8, ഓക്കെ 32 8 40. ഓക്കെ, ഇനി എത്ര 9 ഉള്ളത്? 4 9 ഉണ്ട്. 4 9 എത്രയാണ്? 36 ആണ്. അപ്പൊ 40 + 36 എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 + 36 എന്ന് പറയുമ്പോൾ 76. പിന്നെ 8, ഓക്കെ ഒരു 8 കൂടെ ഉണ്ടോ? ഇല്ല, പിന്നെ ഒരു 7 കൂടെ ഉള്ളത് അല്ലേ. അപ്പൊ 48 + 30 76, 76ഉം 7ഉം എത്രയാണ്? 76 7 എത്രയാണ് സാറേ? 76ഉം 7 എന്ന് പറഞ്ഞാൽ 83. അപ്പൊ അവന്റെ ഗ്രേഡ് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 83 ആണ്. പ്ലസ് ഇനി അടുത്ത് GSW എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഓഫ് സബ്ജക്ട് ഫോർ വെയിറ്റേജ് ഈസ് ഗിവൺ. വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റിന്റെ ഗ്രേഡ് പോയിന്റ് എത്ര എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടി ചൂസ് ചെയ്ത ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോ അല്ലേ. അപ്പൊ നമ്മൾ നോക്കാം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോ ഈ സ്ട്രീമാണ് ആ കുട്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സ്ട്രീം ചൂസ് ചെയ്താൽ അതിന് ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് കിട്ടും? ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിന് വെയിറ്റേജ് കിട്ടും. അപ്പൊ ആ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിന് കിട്ടിയുള്ള വെയിറ്റേജ് ആഡ് ചെയ്യുക. ഫിസിക്സിന് എത്രയാണ്? 9. കെമിസ്ട്രിക്ക് എത്രയാണ്? 8. ഓക്കെ, ബയോളജിക്ക് എത്രയാണ്? 7. then അതേപോലെ പിന്നെ മാത്സിന് 9 ആണ്. അപ്പൊ 9 9 18, 18 ബയോന്റെ 7 25, 25 8 33. അപ്പൊ 83 പ്ലസ് എന്താ വരുന്നത്? 33 ഡിവൈഡഡ് ബൈ TS എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 10 സബ്ജക്റ്റ് ആണ് ആ കുട്ടികൾക്ക് ഉള്ളത്. അപ്പൊ 10 അത് എല്ലാവർക്കും കോമൺ ആയിരിക്കും. പിന്നെ പ്ലസ് ടോട്ടൽ സബ്ജക്റ്റ് വെയിറ്റേജ്, അതായത് എത്ര നമ്പർ ഓഫ് സബ്ജക്റ്റ് ആ കുട്ടി സെലക്ട് ചെയ്ത സ്ട്രീമിൽ എത്ര നമ്പർ ഓഫ് സബ്ജക്ട്സിനാണ് വെയിറ്റേജ് ഉള്ളത്. അത് എത്രയാണ്? 4 എണ്ണത്തിനുണ്ട്. ആ കുട്ടി സെലക്ട് ചെയ്ത 4 എണ്ണത്തിനുണ്ട് വെയിറ്റേജ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 10 + 4 എന്ന് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ AVP കാൽക്കുലേറ്റ് ചെയ്യുക. ആ AVP എത്രയാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. കാൽക്കുലേറ്ററിൽ നോക്കുമ്പോൾ 83 + 33, 83 + 33 ഡിവൈഡഡ് ബൈ 10 + 4 14. അപ്പൊ 8.28 ആണ് ആ കുട്ടിയുടെ AVP എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ വേണ്ടി പറ്റി. 8.28 ആണ് ആ കുട്ടിയുടെ AVP എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ആരാണ്? BVP ആണ്. BVP അല്ലേ, ബോണസ് വാല്യൂ പോയിന്റ്. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ബോണസ് പോയിന്റ് മൈനസ് പോയിന്റ് ഡിവൈഡഡ് ബൈ 10 ആണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ കുട്ടിക്ക് സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കേണ്ടത്, സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ആ കുട്ടിക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് ഈ സെയിം സ്കൂളാണ്. പിന്നെ ആ കുട്ടി NCCയിലുണ്ട്. ഓക്കെ, NCCയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് എത്രയെന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, NCCയിലായതുകൊണ്ട് 2 മാർക്ക്, അപ്പൊ 2 ഉണ്ട്. ഓക്കെ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലാണെങ്കിലും ഒക്കെ 2 മാർക്കാണ് കേട്ടോ. സ്കൗട്ട് ഗൈഡ് ആണെങ്കിൽ എന്താണ്? 2 മാർക്കാണ്. അപ്പൊ NCCയിൽ 2 മാർക്ക് ഉണ്ട്. പിന്നെ ലിറ്റിൽ ഗൈഡ്സ് ഒന്നുമില്ല, അതേ സ്കൂളിൽ തന്നെയല്ലേ പഠിക്കേണ്ടത്. അപ്പൊ 2, അപ്പൊ 4 മാർക്ക്. അപ്പൊ അതേ സ്കൂളിൽ പറയുമ്പോൾ അതേ ഗ്രാമപഞ്ചായത്ത് തന്നെയല്ലേ. അപ്പൊ 2, അപ്പൊ അത് 2ഉം കിട്ടി. അപ്പൊ 4 2 6 കിട്ടി. പിന്നെ അതേ താലൂക്ക് തന്നെയല്ലേ. അപ്പൊ 7 മാർക്കായി. ക്ലിയർ ആണല്ലോ. പിന്നെ ആ കുട്ടി SLC പാസ്സായി. അപ്പൊ 7 3 10 മാർക്ക് ആ കുട്ടിക്ക് കിട്ടി. അതായത് ആ കുട്ടിക്ക് ബോണസ് പോയിന്റ് ആയിട്ട് 10 മാർക്ക് കിട്ടി. കണ്ടോ, മാക്സിമം കിട്ടുന്ന മാർക്കാണ് 10 കേട്ടോ. അതിൽ കൂടുതൽ ഒരാൾക്ക് കിട്ടൂല. ഓക്കെ, അതിൽ കൂടുതൽ ഇപ്പൊ വാല്യൂ കൂടുതൽ വരികയാണെങ്കിലും അത് എത്ര എടുക്കുള്ളൂ? 10 ആയിട്ടേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ബോണസ് പോയിന്റ് പ്രത്യേകത. മൈനസ് പോയിന്റ്, ആ കുട്ടി ഇപ്രാവശ്യം പാസ്സായതാണ്. അപ്പൊ ബാക്ക്ലോഗ് ഒന്നുമില്ല. അപ്പൊ 0 തന്നെയാണ്. ഡിവൈഡ് ബൈ, അപ്പൊ 10/10 എന്ന് എത്രയാണ്? 1 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ എത്ര ചെയ്താൽ മതി? അങ്ങോട്ട് ആഡ് ചെയ്ത് നമുക്ക് അവിടുത്തെ എന്ത് കിട്ടി? ആ കുട്ടിയുടെ WGPA എത്ര എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി. ഓക്കെ അല്ലേ. WGPA is equal to AVP plus BVP അല്ലേ. AVP എത്രയാണ്? 8.28 പ്ലസ് BVP എത്രയാണ്? 1 ആണ്. അപ്പൊ എത്ര വരിക? 8.28 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 9.28 ആയിരിക്കും ആ കുട്ടിയുടെ WGPA. അപ്പൊ ഈ മാർക്ക്, ഈ ഒരു WGPAന്റെ വാല്യൂ വെച്ചിട്ടാണ് ആ കുട്ടിയുടെ റാങ്ക് ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മളെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് സാറ് പറയുന്നത് നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റുകളും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂള് വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോണസ് പോയിന്റുകളൊക്കെ എന്ത് ചെയ്യും? വളരെ കുറഞ്ഞു പോകും. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ ജില്ലയിൽ തന്നെ, നമ്മുടെ താലൂക്കിൽ തന്നെ, നമ്മുടെ പഞ്ചായത്തിലൊക്കെ നല്ല സ്കൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ നമുക്ക് കുറെ ബോണസ് പോയിന്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള
ഇഷ്ടമുള്ള സ്ട്രീമിൽ എന്ത് ചെയ്യാനും പറ്റും, പഠിക്കാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ WGPA കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.